ഷഫീദ് ഉള്ളത് പുഞ്ചിരിമട്ടത്താണ്. ഷഫീദ്, ഇന്നിപ്പോൾ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ, അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ തിരച്ചിൽ നടക്കുന്ന മേഖലയൊക്കെ സന്ദർശിക്കും എന്നതാണ് വിവരം. ആ സന്ദർശനമൊക്കെ നടക്കുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ അവിടെ നിന്ന് നൽകാനുള്ളത് എന്തൊക്കെയാണ്? അനുജ, ഇന്ന് രാവിലെ നമ്മുടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അനുജ, ഇതാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ ആദ്യ വീഡിയോയിൽ ഇരിക്കുന്ന സ്ഥലം. അവിടേക്കൊന്നും ആളുകൾ ഇതുവരെയും കയറി വന്നിട്ടില്ല. പതുക്കെ പതുക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ ഇപ്പോൾ ഈ ദിവസം ഇന്ന് അല്പസമയം മുൻപ് തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്താണ് ആദ്യം ഒരു സിക്സാക് പോലെ ഈ ഉരുള് പൊട്ടി ഏറ്റവും കൂടുതൽ വീടുകൾക്ക് ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നമുണ്ടായത്, അല്ലെങ്കിൽ തകർത്തത്. ആ ഭാഗത്തിപ്പോൾ പരിശോധന വീണ്ടും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നടത്തിയ പരിശോധനയിൽ ഈ കാര്യമായി ഒന്നും ഇവിടെ ഒന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പരിശോധന നടത്താമെന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു. ഈ പ്രദേശവും കടന്നാണ് ഇന്ന് മന്ത്രിമാരായ കെ രാജനും അതേപോലെ എ കെ ശശീന്ദ്രനും ഈ ട്രൈബ്സ് ഉള്ള മേഖലകളിലേക്ക് പോയത്. അവിടെ പോയി അവരെ കണ്ടു, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കിയ ശേഷമാണ് മന്ത്രിമാരുടെ സംഘം ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഇവിടേക്ക് ഇന്ന് കയറി വരും. കാരണം ഇവിടെയൊക്കെ വീടുകളുടെ അവസ്ഥ, ഇതൊക്കെ കാണുന്നത് ഒരു വീടാണ്. ആ വീടൊക്കെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടേക്കൊന്നും വന്നിട്ട് കാര്യമായിട്ടൊന്നും അവർക്ക് കിട്ടാനില്ല. മാത്രമല്ല ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ പരമാവധി താഴേക്ക് എത്തിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത്, അതിന് തൊട്ട് താഴ്ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വീടൊക്കെ പൂർണ്ണമായും ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യമായി വീടുകൾ പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ ആളുകൾ ഇനി എങ്ങനെ എത്തും? ആ ഭാഗത്തൊക്കെ കാണുന്ന വീടുകൾ അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അവിടെ ഈ ചെളി ഏതാണ്ട് പൂർണ്ണമായും മൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആളുകൾ ഇപ്പോൾ കുറച്ചുപേരൊക്കെ എത്തുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ വന്നവരുടെ സാധനമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണം ഒരുക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി. ഏതായാലും തിരച്ചിലത് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇതുവരെയും ഒരു ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അനുജ, നമുക്കറിയാം, നമ്മൾ അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ മൃതദേഹം, അതല്ലെങ്കിൽ ശരീരഭാഗം, അതിനപ്പുറത്തേക്കൊന്നും ഇനിയിപ്പോൾ സാധ്യതയില്ല എന്ന് ഇവിടുത്തെ മനുഷ്യർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരിശോധനാ നടപടിക്രമങ്ങൾ നിർത്തില്ലെന്നും ഐബോർഡ് ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ ഭാഗത്തേക്ക് ഇതുവരെയും നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അനുജ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പുഞ്ചിരിമട്ടത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്.